കുഞ്ഞാടി ചോദിച്ചൊരു കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മഹാഭവൻ സീലാസെക്രട്ടറി രാധാമൂർത്തിയുടെ കൊച്ചുമോൻ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഗൈസ്, ഇത് നമ്മുടെ പുതിയ കേരളത്തിൻ്റെ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. എന്തൊക്കെയാണെന്ന് വകുപ്പുകളെന്ന് വെച്ചാൽ ക്ഷീര വികസന വകുപ്പുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള വകുപ്പ്, ഇതൊക്കെ ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നേരത്തെ ഒരു ഹിറ്റായ ശംഖുവിനെ അറിയാലോ, ബിരിയാണിയൊക്കെ ചോദിച്ചു മന്ത്രിയോട് ബിരിയാണി വെച്ച ശംഖു. ആ കുഞ്ഞിൻ്റെ പേരിലുള്ള ഒരു തള്ളലാണ് ഇപ്പോൾ കേട്ടത്. അതായത് കുഞ്ഞ് എന്ന ആളുടെയാണ് ഞങ്ങളുടെ പ്രവർത്തകയായ അറിയോ മോന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിയതാണ്. അപ്പോൾ ആ കുഞ്ഞു പോലും വന്നിട്ട് നല്ലോണക്ക് ട്രോൾ ചെയ്തിട്ട് പോയി. അതൊന്നും നമുക്ക് കേൾക്കാം, ആ കൊച്ചിൻ്റെ വാക്കുകൾ. പറഞ്ഞു, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുപോലാണ്, ഞാൻ രാമാമാജി ചേച്ചിയുടെ ഒന്നും കൊച്ചുപോലല്ല. എൻ്റെ അപ്പാമ്മ ഒരു ഓമന, എൻ്റെ അമ്മാവിടെ തങ്കപ്പ. ഇത്രയുള്ള കാര്യം, ഇത്രയുള്ള കാര്യം വേണ്ടോ? സിമ്പിളായിട്ട് കൊച്ചു വരെ പോയി ട്രോൾ ചെയ്തിട്ട് പോയി. ഓക്കെ, അതുകൂടാതെ മന്ത്രിനെ അടുത്ത ദിവസം പത്രപ്രവർത്തകർ കണ്ടപ്പം ഈ കുഞ്ഞിനുള്ള മറുപടിയെ പറ്റി ചോദിച്ചാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിയുടെ മറുപടിയാണ്. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നും മനസ്സിലാകുന്നില്ല. കാരണം വരുന്നതും നിൽക്കുന്നതും നിന്നതും എല്ലാം കണക്കെന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സർക്കാർ വന്നു, പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിൻ്റെ കാട്ടായങ്ങളുടെ കാണാം. അപ്പം അതിനുള്ള മറുപടി അവർ പറയുന്നത് കേട്ടോണേ. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. കണ്ടോ, അത് കഴിഞ്ഞു. അതിനൊരു മറുപടി പറയരുത് അവർക്ക്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ അറിയാതെ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് അംഗീകരിക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനുള്ള ഒരു മാന്യതയെങ്കിലും ഇവരൊക്കെ കാണിക്കണ്ടേ? അതല്ലേ മെയിനായിട്ട് വേണ്ടത്. എന്നിട്ട് ബാക്കിയോടെ കേട്ടോണേ, അവരുടെ റിപ്ലൈ നോക്കണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ ആൻസറാണ്. വകുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ഇന്ന് ലോക ക്ഷീരദിനമാണ്. ക്ഷീരദിനത്തോടനുബന്ധിച്ച് വകുപ്പ് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ ഓക്കെ. അടുത്ത ചോദ്യമാണ്, കഴിഞ്ഞ ദിവസം ഇവർ കുറച്ച് മന്ത്രിമാർ കൂടി വെള്ളാപ്പള്ളി സന്ദർശിച്ചത്. ഓക്കെ, അതിൻ്റെ വീഡിയോ നമുക്ക് വേറൊന്നും ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനും ഉള്ള ആൻസർ പുള്ളിക്കാർ കൊടുക്കുന്നത്. എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. കണ്ടില്ലേ, മറുപടി ഇല്ലാഞ്ഞിട്ട് ഒരു കാര്യം ചക്കയെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറഞ്ഞിട്ട് പോലെ അത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇതാണ് നമ്മുടെ മന്ത്രി. എങ്ങനെയുണ്ട്? നിങ്ങളും കൂടെ പറയാം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം.